ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ആശുപത്രിയിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഒരു മലയാളിയാണ്. ഡോക്ടർ ടി.കെ. ജയകുമാർ. ചരിത്രം കുറിച്ച നേട്ടമുണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2015 സെപ്റ്റംബറിലായിരുന്നു അത്. തുടിക്കുന്ന 1 ഡസൻ ഹൃദയങ്ങൾ ആ കൈകൾ കൊണ്ട് വിജയകരമായി നെഞ്ചിൽ നിന്ന് നെഞ്ചിലേക്ക് മാറ്റിവെച്ചു കഴിഞ്ഞു. ഈ ഡോക്ടർക്ക് ഇതൊരു പ്രതിജ്ഞാപാലനം. ഡോക്ടറുടെ ആദ്യത്തെ കുഞ്ഞ് പ്രസവത്തിന് പിന്നാലെ കണ്ണടച്ചു. കോട്ടയത്ത് നിന്ന് പ്രത്യേക ആംബുലൻസിൽ എറണാകുളത്ത് കൊണ്ടുപോയി പ്രത്യേക വെന്റിലേറ്ററിലെത്തിച്ച് അതിവിദഗ്ധ ചികിത്സ നൽകാനായെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നു. അന്നത്തെ സാമ്പത്തിക നില അത് അനുവദിച്ചില്ല. യുവ ഡോക്ടറായ ആ അച്ഛൻ അന്നൊരു പ്രതിജ്ഞയെടുത്തു. ഇനിയുള്ള എൻ്റെ ജീവിതം ചികിത്സയ്ക്ക് പണമില്ലാത്തവരുടെ തുണയ്ക്ക്. ആ പ്രതിജ്ഞയിൽ നിന്നാണ് ഇന്നത്തെ ജയകുമാർ ഡോക്ടർ പിറന്നത്. ഒരു ദിവസം 15 മണിക്കൂറോളം ആശുപത്രിയിൽ, 4 ഓപ്പറേഷൻ തിയേറ്ററുകളിൽ മാറി മാറി ഓപ്പറേഷൻ. ജോലി തീരാൻ വല്ലാതെ വൈകിയാൽ ആശുപത്രിയിൽ തന്നെ ഉറങ്ങും. പലപ്പോഴും 2-3 മണിക്കൂർ മാത്രം ഉറക്കം. രാവിലെ വീട്ടിലെത്തി 20 മിനിറ്റ് യോഗ. കുളിച്ച് പ്രാതൽ കഴിച്ച് വീണ്ടും ആശുപത്രിയിലേക്ക്. മിക്ക ദിവസവും ആ ഒരു നേരത്തെ ഭക്ഷണമേ വീട്ടിൽ നിന്ന് കഴിക്കൂ. ഒരു വർഷം 2000-ലേറെ ഹൃദയങ്ങൾക്ക് പരിചരണം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കൂ. എന്നെ പൂർണ്ണമായും രോഗികൾക്ക് നൽകി കുടുംബഭാരം മുഴുവനും ഏറ്റെടുക്കുന്ന ലക്ഷ്മിയാണ് എൻ്റെ വിജയത്തിന് പിന്നിൽ. ഡോക്ടർ എം. ലക്ഷ്മി, ജീവിത പങ്കാളി, കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി. ഇവർക്ക് 2 മക്കൾ, ചിന്മയിയും ചിദാനന്ദും. ഡോക്ടർ ജയകുമാറിന്റെ പ്രൊഫഷണൽ നേട്ടങ്ങൾ അത്ഭുതാവഹമാണ്. ഡോക്ടറുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് പിന്നിട്ട മികവിന്റെ പടവുകൾ അവിശ്വസനീയവും. കിടങ്ങൂരിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു. അച്ഛൻ്റെയും ജ്യേഷ്ഠൻ്റെയും ഹൃദയങ്ങൾ തുറന്ന് ശസ്ത്രക്രിയ ചെയ്ത ചരിത്രം പോലുമുണ്ട് ഈ ഡോക്ടർക്ക്. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഈ വിദഗ്ധന്റെ മുന്നിൽ രോഗിയെ രക്ഷിക്കുക എന്ന ദൗത്യം മാത്രം. അതിവിദഗ്ധ ശസ്ത്രക്രിയകളിലെ അത്ഭുതകരമായ മികവ് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കൂ. കുട്ടിക്കാലത്ത് വയലിൽ ഉഴുതിട്ടുണ്ട്, ഞാറ് നട്ടിട്ടുണ്ട്. ചെയ്യുന്നത് നന്നായി ചെയ്യാൻ അന്നേ ശ്രദ്ധിച്ചു എന്നായിരിക്കും ജയകുമാർ ഡോക്ടറുടെ ഉത്തരം. മസ്തിഷ്ക മരണം വന്ന ആളിൽ നിന്ന് ഒരു ഹൃദയം പറിച്ചെടുത്ത് മറ്റൊരു മനുഷ്യന് വെച്ച് പിടിപ്പിക്കുന്നത് ശസ്ത്രക്രിയയല്ല, പ്രാർത്ഥനയാണ് എന്നും ഡോക്ടർ പറയും. ചികിത്സയെ കൃഷിയായി കാണുന്ന കർഷകപുത്രൻ, പ്രാർത്ഥനയായി കാണുന്ന ദൈവജ്ഞൻ.
ഞങ്ങളുടെ വികാരഭരിതമായ സ്നേഹാദരങ്ങൾ. മനുഷ്യൻ ആർജിക്കാനാവുന്ന വൈദഗ്ധ്യം മുഴുവൻ സ്വാംശീകരിച്ച ഈ വിരലുകൾക്ക്. എന്റെ അടുത്തു വരുന്ന ഒരു രോഗിയും പണമില്ലാത്തതിനാൽ കണ്ണീരോടെ മടങ്ങരുത് എന്ന 28 കൊല്ലം മുമ്പത്തെ പ്രതിജ്ഞ അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന ഈ മനുഷ്യ സ്നേഹത്തിന് സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വിമോഹകമായ ഓഫറുകൾ നിരസിച്ച് ജന്മനാട്ടിൽ സർക്കാർ ആശുപത്രിയിൽ നാട്ടുകാരുടെ ഡോക്ടറായി ജീവിക്കുന്ന ഈ മഹാത്യാഗത്തിന് മികച്ച സർക്കാർ ഡോക്ടർക്കുള്ള കൈരളി TV പുരസ്കാരം ഡോക്ടർ TK ജയകുമാറിന്.